കേരള കുംഭമേളയെന്ന് വിശേഷിപ്പിക്കുന്ന മഹാമാഘ മഹോത്സവത്തിന് തിരുനാവായ മണപ്പുറത്ത് തുടക്കമായി. പണ്ഡിറ്റുകളുടെ നേതൃത്വത്തിൽ നടന്ന നിള ആരതിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. കേരളത്തിന്റെ സാംസ്കാരിക വീണ്ടെടുപ്പിന്റെ വിളംബരമായി ഭാരതപ്പുഴയുടെ തീരത്ത് മഹാമാഘ മഹോത്സവത്തിന് തുടക്കമായി. 250 വർഷങ്ങൾക്ക് മുൻപ് നിലച്ചുപോയ സാംസ്കാരികോത്സവത്തിന് തുടക്കം കുറിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ധർമ്മധ്വജം ഉയർത്തിയതോടെ ചടങ്ങുകൾ ആരംഭിച്ചു. ഫെബ്രുവരി 3 വരെ നിളയുടെ തീരം ദേശഭക്തി സാന്ദ്രമാകും. നദീപൂജ, നിള ആരതി, ദേവതാവന്ദനം, പുണ്യസ്നാനം എന്നിവയിൽ പങ്കെടുക്കാൻ ഭാരതപ്പുഴയുടെ തീരത്തേക്ക് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്യാസിമാരടക്കമുള്ളവർ എത്തിച്ചേരും. വൈദിക വിധിപ്രകാരം മഹാമഹോത്സവ കാലത്ത് നിത്യവും രാവിലെ വേദഘോഷത്തോടെ പുണ്യസ്നാനത്തിന് കാർമ്മികത്വം വഹിക്കുക ഗായത്രി ഗുരുകുലം ആചാര്യൻ അരുൺ പ്രഭാകറിന്റെ നേതൃത്വത്തിലുള്ള വൈദികരാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന തിരുനാവായയിൽ നിളയിലെ പ്രത്യേകം തയ്യാറാക്കിയ കുളക്കടവുകളിൽ 22 മുതൽ പുണ്യസ്നാനത്തിന് സൗകര്യമുണ്ട്. ഫെബ്രുവരി 3 മാഘമാസത്തിലെ മകം നാളിൽ നടക്കുന്ന അമൃതസ്നാനത്തോടെ മാഘമഹോത്സവം സമാപിക്കും. സമാപനത്തോടനുബന്ധിച്ച് യതിപൂജയും നടക്കും. വിവിധ മഠങ്ങളിൽ നിന്നുള്ള സന്യാസിമാർ തിരുനാവായയിൽ എത്തി തുടങ്ങി. വരും ദിവസങ്ങളിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള സന്യാസിമാരും കൂട്ടമായി എത്തും. കൽപ്പാത്തിയിൽ നിന്നാണ് ഇനി രഥയാത്ര ആരംഭിക്കുക. തമിഴ്നാട്ടിൽ പൊള്ളാച്ചി, എട്ടിമല, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലടക്കം 30 കേന്ദ്രങ്ങളിലായിരുന്നു ഇന്നും നാളെയുമായി രഥയാത്രയ്ക്ക് സ്വീകരണം ആസൂത്രണം ചെയ്തത്. ജനുവരി 21 മുതൽ 22 വരെ പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലൂടെയാണ് രഥയാത്രയുടെ പ്രയാണം. കൽപ്പാത്തിയിൽ നിന്ന് 21 രാവിലെ പുറപ്പെടുന്ന മഹാമേരു രഥയാത്ര 20 ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തിരുനാവായയിലെ കുംഭമേള നഗരിയിലെത്തും.